ഞങ്ങൾ ഈ അടുത്തൊരു ഫോറസ്റ്റ് ട്രെയിൽ വാക്കിന് പോയിട്ടുണ്ടായിരുന്നു ആൻഡ് ഐ ഫെൽ ദാറ്റ് ഇറ്റ് വാസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ട്രെയിൽ വാക്ക് വി ഹാവ് എവർ ഡൺ. ഈ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെയിൽസിലാണ്. ശരിക്കും ഇതിനടുത്തുള്ള ഈ കാസ്റ്റിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ട്രെയിൽ വാക്ക് ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഓർത്തു ഈ കാസ്റ്റിലൊക്കെ എപ്പോഴും കാണുന്നതല്ലേ, എന്തെങ്കിലും ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി ഈ ട്രെയിൽ വാക്കിന് പോകാന്ന് വെച്ചു. പിന്നെ കാസ്റ്റിന്റെ ഉള്ളിലൊന്നും കയറി വിസിറ്റ് ചെയ്യാൻ നിന്നില്ല. പുറത്ത് നിന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. ഞങ്ങൾ വന്ന ബ്രിഡ്ജും അതിന്റെ അടുത്തൂടെ ഒഴുകുന്ന ഈ പുഴയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. എന്നാലും ഫോറസ്റ്റിന്റെ അടുത്തു നിന്നൊക്കെയുള്ള ഒരു ചെറിയ കാറ്റൊക്കെ കൊണ്ട് അധികം ചൂടൊന്നും അനുഭവപ്പെട്ടില്ല. തുടക്കത്തിൽ ഞങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് വഴി പോകുന്നത്. കാരണം അതിൽ 2 റോഡ് പോകുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നു, ആരെയും ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരാൾ തിരിച്ച് പോയിട്ട് ഇറങ്ങി വരുന്നത് കാണുന്നത്. ആൾ പറഞ്ഞു, ഈ വഴി നിങ്ങൾ പോയാൽ മതി, ഈ ഡയറക്ഷനിൽ പോയാൽ വഴി തെറ്റത്തില്ല, ഇത് സ്ട്രെയിറ്റ് വഴിയാണ്. മുന്നോട്ട് പോകുന്തോറും ഫോറസ്റ്റിന്റെ ഭംഗി കൂടി വരികയാണോ എന്ന് തോന്നും. ട്രെയിൽ വാക്ക് തുടങ്ങിക്കഴിഞ്ഞപ്പം നടന്നു പോകുന്ന വഴികളിലൊന്നും ആൾക്കാരെയൊന്നും അധികം കാണാനുണ്ടായിരുന്നില്ല. ഇത്രയും വലിയൊരു കാട്ടിൽ നമ്മളല്ലാതെ വേറെ ആരും ഇല്ലേ എന്നൊരു സ്ട്രേഞ്ച് ഫീൽ തോന്നിയെങ്കിലും പിന്നീട് ആ ഒരു ഫീൽ ഞങ്ങൾ അങ്ങ് എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ ഫോറസ്റ്റ് 100 കണക്കിന് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ആൻഷ്യൻ വുഡ്ലാൻഡ് ആണ്. കൂടാതെ പണ്ട് ഈ ഫോറസ്റ്റ് അയൺ മൈനിങ് അഥവാ ഇരുമ്പ് ഖനനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ഈ ഫെയറി ടൈൽ ഫീൽ തരുന്ന ഫോറസ്റ്റിനും ഇവിടുത്തെ വുഡ്ലാൻഡിനും ഈ 100 വർഷത്തെ കഥകളും പറയാനുണ്ടാകും. ഈ നേച്ചർ തെറാപ്പി എന്നൊക്കെ ആൾക്കാർ ചുമ്മാ ഉണ്ടാക്കി പറയുന്നതല്ലാന്ന് ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഈ ഫോറസ്റ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു മൊമെന്റ് സമ്മാനിച്ച വുഡ്ലാൻഡിന് താങ്ക്സ് പറഞ്ഞ് ഇനി ഇവിടെ വരണമെന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ തിരിച്ചു നടന്നു.